സാരമില്ല മോളെ, നിന്റെ കുട്ടിയുടെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെടും. എനിക്കിനി കുട്ടിയേടിന് ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേടിന് എന്നെ വിട്ടു പോവും. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മുരുക? കുഞ്ഞിക്കാർ എവിടെ മുരുക? അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ മുരുക? മുരുക, நான் இங்க இருக்கிறேன் சார். தாபா வந்திருக்காரு, வண்டியில உட்காந்துருக்காரு. ஆமா, അപ്പൊ എന്റെ അമ്മണിക്കുട്ടി ഉണ്ടാവും മുരുക. നോക്കണ്ട, ഓളില്ല. ഇല്ലേ? പറച്ചോന്റെ കിതാബിൽ എഴുതിയ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറെ? നമ്മൾ വിചാരിച്ച ഒറ്റ സംഗതി നടന്നില്ലെന്ന് മാത്രല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ നേരം വെളുക്കും. അമ്മണിക്കുട്ടിനെ ആൺകുട്ടികൾ കൊണ്ടുപോയി ചെയ്യും. ആ ശങ്കരൻകുട്ടി മേനോന്നാണ് സാധനല്ലേ, ഒരു കടോൽ ഖജന. അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാലിഞ്ഞു മോനെ. ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു ഞമ്മക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കാതറെ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടിയൂരി നാട്ടിൽ പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് ആവുമ്പടിയോടുകൂടി അമ്മണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല. അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ മുരുക. കുറെ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക്. ഹായ് ഹായ്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീங்க വേഗം വരണമെന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ஏன் தெரியுமா, இப்ப ഇവിടെ நாம രണ്ടുപേരും മാത്രം தான் இருக்கோம். அச்சனும் அம்மையும் கோயில்ல தங்கத்தேர் பார்க்க போயிருக்கு. நில்லுங்க, ஒரு விஷயம். இன்னைக்கு இங்க ஒரு குறத்தி வந்திருந்தா, கை பாக்குற குறத்தி. என் முகம் பார்த்தோன்னு அவ என்ன சொன்னா தெரியுமா, உன் மனசுல ஒரு ராஜகுமாரன் இருக்குன்னு. அம்மா அப்பா எல்லாம் பக்கத்துல இருந்தாங்க. எனக்கு ஒரே வெக்கமாயிடுச்சு. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ? നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ சொல்றது நீங்க தானே, சொல்லுங்க. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മണിക്കുട്ടിയെ. ഏത് അമ്മണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. ആനന്ദം, നേരത്തെ പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് ശരണം ശരവണ ഭവഗുഹാചരണം ശരണം ഗുരുഗുഹാചരണം ഗുരുപദാചരണം ശരണമടിന്തിട്ടേൻ കന്ദാചരണം ഏയ്, என்ன தூக்கம் இது? விடிஞ்சு எவ்வளவு நேரம் ஆயி போச்சு. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ? ഉங்க മനസ്സ് കഷ്ടമാ இருந்திருக்கும், எனக்கு தெரியும். പെട്ടെന്ന് അത് കേട്ടപ്പോ ഞാൻ എന്നമോ சொல்லிட்டேன். എന്നെ മன்னிச்சிடுங்க. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. யோசிச்சு பார்த்தா நான் தான் ஒரு பைத்தியம்.
ഈ വീടും പഴനിമല അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്? വന്നു കയറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാല്ലെങ്കിൽ നാമ രണ്ടുപേരും പഴകി கொஞ்ச நாள் தான் ஆச்சு. அதுக்குள்ள நீங்க என்னை விட்டுட்டு போயிடுவீங்களோன்னு எனக்கு எவ்வளோ வேதனையா இருக்கு. இவ்வளோ காலமா உங்களையும் மனசில் நினைச்சிட்டு இருக்கிற அம்மணி குட்டிக்கு എത്ര വിഷമം ഉണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്കിരം ഊருக்கு പോയി എന്താ പൊണ്ണെ കൂട്ടിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടെല്ലാം ഇപ്പൊ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിക്കറേ. പെട്ടെന്നത് കേട്ടാ എന്നെ പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം. അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. அப்புறம் உங்களுக்காக ஸ்பெஷலா சக்கரை பொங்கல் பண்ணிருக்கேன். சீக்கிரம் வரணும். അമ്മിണി, അമ്മിണി, മോളെ വാതിൽ തുറക്കും. മോളെ, മോളെ വാതിൽ തുറക്കാൻ. അമ്മിണിക്കുട്ടിക്ക് അതാ അടച്ചകത്തിരുന്ന് എന്ത് ചെയ്യാണ് ടീച്ചറ? വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവളെ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല. എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി. നീ അങ്ങനെ മാറിക്ക. അമ്മിണി, അമ്മിണി, എന്റെ അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളയി പോയല്ലോ നിങ്ങള്. എന്റെ മോളെ കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? നങ്ങേലി, ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കിൽ കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ. എനിക്കൊന്നും അറിയില്ല അച്ഛ. പക്ഷെ കുട്ടിയുണ്ടില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. ശരി, സൂപ്പർവൈസർ എങ്കിൽ സൂപ്പർവൈസർ. നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, പഠിച്ചവനൊക്കെ ഒന്ന് എളിയിക്കോട്ടെ. ഈ അങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയെ കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പോണ്. ഇന്റെ പണി കൊടുക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല. 2 വീഴ്സ് അടിച്ച് 2ഉം കാലി. வாங்கோ சார், வாங்கோ. எங்க உட்காருங்கோ. பையன் உள்ள இருக்கு, நான் கூப்பிடுறேன். யாரோ வெளியூர்காருங்க ஷேவ் பண்றதுக்காக வந்திருக்கு. ஆமா, நீ നാളെ നാട്ടിൽ പോകുന്നു ആനന്ദം ചൊല്ലിയാச்சு. என்ன விஷயம்? അത് ഞാൻ പിന്നെ പറയാം. പോയേസ്.
உள்ள பெஞ்ச் இருக்கு அங்க உட்காரல. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങേലി ഇങ്ങോട്ട് വരിക. போங்கோ. ഇവൻ എന്നോട് മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. ഇതാ ഞാനിപ്പോ വர்றேன். മോനെ, നീ ഇവിടെ? പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്. ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തതിന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത.